ഇന്ന് സുനിൽ ചെറിയകുടി എഴുതിയ പൊഹുട്ടുകാവ എന്ന കഥ കേൾക്കാം. കോതമംഗലം സ്വദേശിയും പ്രവാസിയുമായ സുനിൽ ചെറിയകുടിയുടെ ചെറുകഥകളും യാത്രാ വിവരണങ്ങളും ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 ചെറുകഥാ സമാഹാരങ്ങളാണ് ലാസ്റ്റ് സ്റ്റേഷൻ, ഹോം സ്റ്റേ. ലാസ്റ്റ് സ്റ്റേഷൻ എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള കഥയാണ് പൊഹുട്ടുകാവ. സുനിൽ ചെറിയകുടിയുടെ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നെടുത്ത പൊഹുട്ടുകാവ എന്ന കഥയിലേക്ക്. നിബിഡമായ വനത്തിനുള്ളിലേക്ക് സർപ്പത്തെ പോലെ ഇഴഞ്ഞു കയറിപ്പോകുന്ന കാട്ടുപാതയുടെ തുടക്കത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡിലേക്ക് നോക്കി സന്ദേഹത്തോടെ അയാൾ നിന്നു. ഇത്തരം യാത്രകളിൽ മുന്നറിയിപ്പുകൾ എത്രയോ വട്ടം കണ്ടിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിലൊന്ന്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ മടങ്ങുക. പുരാതന ഗ്രീക്ക് സാമ്രാജ്യത്തിലെ വാസ്തുകലയെ ഓർമ്മിപ്പിക്കുന്ന കരിങ്കല്ലുകൊണ്ടുള്ള ഒരു നിർമ്മിതി വഴിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. കുന്നിൻ ചെരുവിലൂടെ പോകുന്ന മലമ്പാതയിൽ നിന്ന് നോക്കുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞൊരു കെട്ടിടത്തിൻ്റെ അവശേഷിപ്പുകളാണ് അതെന്ന് തോന്നും. അതിൻ്റെയുള്ളിൽ സന്ദർശകർക്ക് ഇരിക്കാൻ കഴിയുന്ന പടവുകൾ ഉണ്ടായിരുന്നു. പുറത്ത് തുറസായ സ്ഥലത്ത് മരം കൊണ്ടുള്ള ഒരു ചാരുബെഞ്ച്. ഇളക്കി മാറ്റാൻ കഴിയാത്ത വിധം അതിൻ്റെ കാലുകൾ നിലത്തുറപ്പിച്ചിരുന്നു. എടുപ്പിനോട് ചേർന്ന് നിറയെ പൂത്ത് തണൽ വിരിച്ചു നിൽക്കുന്ന വലിയൊരു പൊഹുട്ടുകാവ മരം. അതിൻ്റെ വളഞ്ഞു പുളഞ്ഞ ശിഖരങ്ങളിലൊന്നിൽ നിന്ന് ഏതോ ഭീകരജീവിയുടെ നീണ്ട നാവ് പോലെ തൂങ്ങിക്കിടക്കുന്ന ചുവന്ന നിറത്തിലുള്ള വലിയ വേരിൻ കൂട്ടം. പൊഹുട്ടുകാവ മരങ്ങൾ നിഗൂഢതയുടെ പര്യായങ്ങളാണെന്നാണ് അയാൾക്ക് പലപ്പോഴും തോന്നാറുള്ളത്. വിശേഷിച്ച് മൗറികളുടെ ചരിത്രം വായിച്ചറിഞ്ഞതിന് ശേഷം. പുഷ്പിച്ച പൊഹുട്ടുകാവ മരങ്ങൾ മരണത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇരുണ്ട പച്ച നിറത്തിലുള്ള കനത്ത ഇലകളെ പാടെ മറച്ചുകൊണ്ട് ഇടതൂർന്നു വിടരുന്ന ചുവന്ന പൂക്കൾ. ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വീണ ടോഹോക്കി എന്ന മൗറി ധീരയോദ്ധാവിൻ്റെ കൊഴുത്ത രക്തത്തെയും. മൗറി ഗോത്രക്കാർക്ക് അതിൻ്റെ ചില്ലകൾ വിലാപത്തിൻ്റെ പ്രതീകങ്ങളാണ്. മരിച്ച മൗറിയുടെ മോക്ഷത്തിലേക്കുള്ള യാത്രയുടെ ആദ്യ കവാടമാണ് പൊഹുട്ടുകാവ വൃക്ഷങ്ങൾ. വടക്കേ ദ്വീപിൻ്റെ വടക്കേ മുനമ്പിലെ പൊഹുട്ടുകാവ മരത്തിൻ്റെ ഉച്ചിയിൽ നിന്ന് വേരുകൾ വഴി പാതാളത്തിലേക്കും അവിടെ നിന്ന് മോക്ഷത്തിലേക്കുമാണ് ആത്മാവിൻ്റെ യാത്ര. അയാൾ ചുറ്റും നോക്കി. എതിർവശത്തുള്ള വിജനമായ കുന്നിൻ ചെരുവിലൂടെ തുറമുഖത്തേക്ക് ഒരു ഗുഡ്സ് ട്രെയിൻ ഇഴഞ്ഞു നീങ്ങുന്നു. അതിൻ്റെ തുടർച്ചയായ ചൂളം വിളികൾ അന്തരീക്ഷത്തിൽ മാറ്റൊലി തീർക്കുന്നുണ്ട്. അതൊഴിച്ചാൽ എവിടെയും മൂകത മാത്രം. കുന്നുകൾക്കിടയിലൂടെ ഒഴുകുന്ന ചെറിയ അരുവിയുടെ തെളിഞ്ഞ വെള്ളത്തിൽ മുഖം നോക്കുന്ന ആകാശത്തിന് പോലും ദുഃഖത്തിൻ്റെ ഛായയാണെന്ന് തോന്നി. ഒരു മനുഷ്യജീവിയെപ്പോലും എങ്ങും കാണാനില്ല. ഉച്ച കഴിഞ്ഞ് 2 മണിയായിരിക്കുന്നു. അധിക ദൂരം അകത്തേക്ക് പോകണമെന്ന ഉദ്ദേശമില്ലാതിരുന്നതുകൊണ്ടാണ് ഇത്ര വൈകിയത്. സാധാരണ ട്രെക്കിങ്ങിന് പോകുമ്പോൾ അതിരാവിലെയാണ് പുറപ്പെടാറ്. അത്തരം യാത്രകൾ കൃത്യമായി പ്ലാൻ ചെയ്തവയായിരിക്കും. ഇതിപ്പോൾ പെട്ടെന്നുള്ളൊരു തോന്നൽ കൊണ്ടുള്ള പുറപ്പാടാണ്. 3-4 മണിക്കൂർ കൊണ്ട് മടങ്ങിയെത്താൻ കഴിയുന്ന വിധത്തിൽ കാടിനുള്ളിലേക്കൊരു നടത്തം. അതുകൊണ്ട് തന്നെ കാര്യമായ തയ്യാറെടുപ്പുകൾ ഒന്നും നടത്തിയിട്ടില്ല. പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന ചെറിയ സഞ്ചിയിൽ ഒരു ബോട്ടിൽ വെള്ളവും 2-3 നട്ട്ബാറുകളും ഒരു ക്യാമറയും മാത്രമേ കരുതിയിട്ടുള്ളൂ. എന്തായാലും നടക്കുക തന്നെ. സന്ദേഹങ്ങൾക്ക് വിട പറഞ്ഞ് അവസാനം തീരുമാനമെടുത്തു. 2-3 ചുവടുകൾ മുമ്പോട്ട് വെച്ചതും കുറ്റിക്കാട്ടിനുള്ളിൽ നിന്ന് പെട്ടെന്ന് കുറുകെ പാഞ്ഞു പോയ മുയൽ വലിയ ഞെട്ടലുണ്ടാക്കി. എത്രയോ കാടുകൾക്കുള്ളിലൂടെ യാത്ര ചെയ്തിരിക്കുന്നു. പക്ഷേ നിർവചിക്കാനാകാത്ത എന്തൊക്കെയോ അശുഭ വിചാരങ്ങൾ മനസ്സിൽ കുടിയേറിയിരിക്കുന്നതായി അയാൾക്ക് തോന്നി. തിരികെ പോയാലോ എന്നാലോചിച്ചു. സന്ദേഹം പേറുന്ന ചിന്തകളെ തല്ലിയമർത്തി. ഭയം തോന്നുന്നുണ്ടോ? അടുത്ത നിമിഷം പിന്നിൽ നിന്നു കേട്ട കനത്ത ശബ്ദം അയാളെ മതിഭ്രമത്തിൻ്റെ വക്കോളം എത്തിച്ചു. നിന്നിടത്തു നിന്ന് അയാൾ തുള്ളിച്ചാടിപ്പോയി. ചിന്തകൾ വായിച്ചറിഞ്ഞതുപോലെയായിരുന്നു ആ ചോദ്യം. ഭീതിയോടെ തിരിഞ്ഞു നോക്കി. കാടിനുള്ളിലേക്ക് ഉന്നം പിടിച്ച തോക്കുമായി നിൽക്കുന്ന ഭീമാകാരനായ ഒരു മൗറി. കടഞ്ഞെടുത്ത ഉരുക്കുപോലെയുള്ള ശരീരം. ഇയാൾ എവിടെ നിന്നാണ് പ്രത്യക്ഷപ്പെട്ടത്? ശൂന്യതയിൽ നിന്നോ? തൊട്ടു മുമ്പ് വരെ അവിടെ എങ്ങും ആരെയും കാണാനില്ലായിരുന്നു. എന്തൊരു മുഴക്കമായിരുന്നു ആ ശബ്ദത്തിന്! അയാളുടെ മുഖത്തും കഴുത്തിലും കൈത്തണ്ടകളിലും മാത്രമല്ല, ശരീരമാസകലം വിചിത്ര രൂപങ്ങൾ പച്ച കുത്തിയിരുന്നു. ഇരുകാതുകളിലും ചെറിയ ലോഹവളകൾ, മുണ്ഡനം ചെയ്ത തല, കഴുത്തിലണിഞ്ഞിരിക്കുന്ന കറുത്ത ചരടിലെ പച്ചക്കല്ലിൽ നിർമ്മിച്ചെടുത്ത ശക്തിയുടെ പ്രതീകമായ ടോക്കി സൂര്യരശ്മികളെ തട്ടിത്തെറിപ്പിച്ച് പൊട്ടിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നി.
തീക്ഷ്ണമായ കറുത്ത കണ്ണുകളിൽ ഇരയെ കണ്ടെത്തിയ വേട്ടക്കാരന്റെ ഭാവം. കാടിനുള്ളിലെ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് അയാൾ നിറയൊഴിച്ചു. പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന ഞരക്കം കാട്ടിനുള്ളിൽ നിന്ന് കേട്ടു. അടുത്ത നിമിഷം ചാട്ടുളി പായുന്ന വേഗത്തിൽ ആ രൂപം കാട്ടിൽ അപ്രത്യക്ഷനായി. അല്പസമയത്തിനുള്ളിൽ രക്തമൊലിക്കുന്ന ഒരു കാട്ടുമുയലുമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വേട്ടക്കാരന്റെ കണ്ണുകൾ സൂക്ഷ്മങ്ങളായിരിക്കണം, ഗരുഡ നയനങ്ങൾ പോലെ. കാതുകൾ കൂർമ്മതയുള്ളതായിരിക്കണം, നിശാശലഭങ്ങളെപ്പോലെ. 4 ദിക്കും ഒരേ സമയം കാണാനും ഏത് ശബ്ദം തിരിച്ചറിയാനും അത് അനിവാര്യമാണ്. വേട്ടയാടാൻ എന്നതുപോലെ വേട്ടയാടപ്പെടാതിരിക്കാനും അതിജീവനത്തിനുള്ള 2 സുപ്രധാന ആയുധങ്ങൾ. അയാൾ അട്ടഹസിച്ചു. ആ കോമ്പല്ലുകൾക്ക് അസാധാരണമായ നീളമുണ്ടായിരുന്നു. മാംസഭോജിയായ ഒരു കാട്ടുമൃഗത്തിൻ്റെതെന്ന പോലെ. ആ കാട്ടുമൃഗത്തിൻ്റെ മുമ്പിലെ ഇരയായി അയാൾക്ക് സ്വയം തോന്നി. ഈ കാട്ടിലേക്ക് ആരും വരാറില്ല, വന്നാൽ തന്നെ. അപരിചിതനായ ആ മനുഷ്യന്റെ കണ്ണുകൾ മുന്നറിയിപ്പ് ബോർഡിലെ അക്ഷരങ്ങളെ അർത്ഥവത്തായി ഉഴിഞ്ഞുകൊണ്ടിരുന്നു, എന്തോ ഓർമ്മപ്പെടുത്തുന്നത് പോലെ. ഉത്തരമറിയാത്ത കുറേ ചോദ്യങ്ങളും ആകുലതകളും അയാളുടെ മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ആ വേട്ടക്കാരൻ കാടിനുള്ളിലേക്ക് അപ്രത്യക്ഷനായി. ഏതോ വിചിത്ര ലോകത്തിൽ നിഗൂഢതയുടെ ഒരു മാന്ത്രിക വലയത്തിൽ അകപ്പെട്ടു പോയതുപോലെ അയാളുടെ ചിന്തകൾ കുഴഞ്ഞുമറിഞ്ഞു. മുമ്പിൽ നിന്ന് തൊട്ടുമുമ്പ് അപ്രത്യക്ഷനായ മനുഷ്യൻ ഒരു മായാജാലക്കാരനാണെന്നും ആ വശീകരണത്തിൽ പെട്ടുപോയ കൊച്ചുകുട്ടിയാണെന്ന് താനെന്നും അയാൾക്ക് തോന്നി. അപ്രതീക്ഷിതമായി കടന്നുപോയ ശക്തമായ കാറ്റിൽ മുമ്പിൽ നിൽക്കുന്ന പൊഹുട്ടുകാവ മരത്തിന്റെ ചില്ലകൾ വല്ലാതൊന്നുലഞ്ഞു. ചുവന്ന പൂക്കൾ രക്തത്തുള്ളികൾ പോലെ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു. മുന്നറിയിപ്പ് ബോർഡിലെ അക്ഷരങ്ങൾ തുറിച്ചു നോക്കുന്നു. മടങ്ങിപ്പോകാം. പ്രായോഗിക ബുദ്ധിയുടെ നിർബന്ധം. എന്നാൽ തിരിച്ചറിയാത്തൊരു പ്രലോഭനം, ഒരു വശീകരണം അയാളെ ആ തീരുമാനത്തിൽ നിന്ന് ശക്തമായി പിന്നോട്ട് വലിച്ചു. എന്തായിരിക്കാം അത്തരമൊരു മുന്നറിയിപ്പിന് കാരണം എന്നായിരുന്നു ഇപ്പോൾ അയാളുടെ ചിന്ത. ഹിംസ്രമൃഗങ്ങൾ? അതിന് ഇവിടത്തെ കാടുകളിൽ ഹിംസ്രമൃഗങ്ങൾ ഇല്ലല്ലോ. പിന്നെ എന്തായിരിക്കും? സന്ദേഹവും ഭയവും ആകാംക്ഷയായി മാറിയപ്പോൾ അത്ഭുതത്തോടെയാണ് ആ പരിണാമത്തെ അയാൾ നിരീക്ഷിച്ചത്. തിരിച്ചറിയപ്പെടാത്ത, ആരാലോ നയിക്കപ്പെടുന്നത് പോലുള്ള ഒരു തോന്നലിൽ കാട്ടുപാതയിലൂടെ അയാൾ മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. താഴത്തെ നിരപ്പിൽ നിന്ന് മലയുടെ ഉയർന്ന ഭാഗത്തേക്കായിരുന്നു പാതയുടെ ദിശ. അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം കുറച്ചു ദൂരം പിന്തുടർന്നു. പിന്നെ തീർത്തും കേൾക്കാതായി. ഏറെ നേരം മുമ്പോട്ട് പോയി കഴിഞ്ഞ് മലയുടെ ഒരു ചെരുവിൽ നിന്നുകൊണ്ട് അയാൾ ചുറ്റും നോക്കി. ഇരുമലകൾക്കിടയിൽ നെടുകെയുള്ള മുറിവ് പോലെ താഴെ അരുവി കണ്ടു. മറ്റൊരു ട്രെയിനിന്റെ നീണ്ട ചൂളം വിളി നിശബ്ദതയെ വീണ്ടും ഭഞ്ജിച്ചു. അതൊരു പാസഞ്ചർ ട്രെയിനായിരുന്നു. വിജനമായ ആ പ്രദേശത്തെ ട്രെയിനിന്റെ ചൂളം വിളി പ്രഹേളിക പോലെ തോന്നി. ഇനിയും മുമ്പോട്ട് പോയാൽ ഇരുട്ടുന്നതിന് മുമ്പ് അടിവാരത്ത് തിരിച്ചെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല. മുഴക്കമുള്ള ശബ്ദം ഇത്തവണയും അയാളെ ഞെട്ടിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും ആ വേട്ടക്കാരൻ. ഇത്തവണ തോക്കിന്റെ ഉന്നം ഉയരമേറിയ കൗറിമരത്തിന്റെ ചില്ലയിലിരിക്കുന്ന പരിന്തിലായിരുന്നു. നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്നെങ്ങനെ പിന്തുടരുന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഭയത്തോടൊപ്പം നീരസവും അസഹിഷ്ണുതയും സ്വരത്തിൽ ധ്വനിച്ചിരുന്നു. കാടറിയുന്ന ഒരു വേട്ടക്കാരൻ, അഭ്യുദയകാംക്ഷി, അത്രമാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി. ആ അട്ടഹാസത്തിൽ കൂർത്ത കോമ്പല്ലുകൾ കൂടുതൽ വ്യക്തമായി കണ്ടു. ഇയാൾ മനുഷ്യനോ അതോ? അത്തരം അന്ധവിശ്വാസങ്ങളെ കണക്കിലെടുക്കുന്ന ആളായിരുന്നില്ല അയാൾ. എന്നിട്ടും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. വീണ്ടും ചിന്തകൾ വായിച്ചറിഞ്ഞ മറുപടി. ഇത്തവണ ആ മനുഷ്യനെ അവഗണിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അത് അപകടമാണ്, മടങ്ങിപ്പോകൂ. അയാളുടെ അഹന്തയെ മുറിവേൽപ്പിക്കാൻ തക്കവണ്ണം കാർക്കശ്യവും താക്കീതും നിറഞ്ഞ കൽപ്പന. അയാൾക്ക് മനോനിയന്ത്രണം നഷ്ടപ്പെട്ടു. നിങ്ങൾ ആരാണ് എന്നോട് കൽപ്പിക്കാൻ? എൻ്റെ സംരക്ഷകനോ? പോയി തുലയൂ. കോപവും ഈർഷ്യവുമായിരുന്നു ശബ്ദം നിറയെ. ഹഹ, നിങ്ങൾ ധീരനാണ്, ധിക്കാരിയും. പക്ഷേ മുമ്പോട്ട് പോകുന്തോറും വഴി ദുർഘടമാണ്, അപകടകരവും. നിങ്ങൾ വിചാരിക്കുന്ന നേരത്ത് മടങ്ങാൻ കഴിഞ്ഞെന്നു വരില്ല. ആ സ്വരത്തിൽ താക്കീതിൻ്റെ ഗൗരവം അപ്പോഴും നിഴലിച്ചു നിന്നു. അത് ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയാൽ മതി. ഹ ഹ ഹ. വീണ്ടും അട്ടഹാസം. കാടിന്റെ വിജനതയെ അതിന്റെ അലകൾ ഇളക്കി മറിച്ചു. കൗറി മരത്തിന്റെ കൊമ്പിൽ നിന്ന് പരുന്ത് ഭയത്തോടെ പറന്നകന്നു. അടിക്കാടുകളിൽ നിന്ന് ചെറുജീവികൾ ധിക്കറിയാതെ ഭയന്ന് നാലുപാടും ഓടി.
എല്ലാ ചെറുപ്പക്കാരും ഇതുതന്നെ പറയുന്നു. പിന്നീട് കാട്ടുപാതയിലൂടെ ധൃതിയിൽ താഴേക്ക് നടന്ന് അയാൾ അപ്രത്യക്ഷനായി. കുറച്ചു നേരത്തേക്ക് അശുഭകരമായ എന്തൊക്കെയോ ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോയി. അപരിചിതനായ വേട്ടക്കാരനോടുള്ള ദേഷ്യം ഒരുതരം വാശിയായി അയാൾക്കുള്ളിൽ പരിണമിച്ചു. സൂര്യൻ അസ്തമിക്കാൻ ഇനിയും നേരമേറെയുണ്ടെന്ന് മനസ്സിൽ കണക്കുകൂട്ടി. ഇത്തരം യാത്രകൾ അയാൾക്ക് പുത്തരിയായിരുന്നില്ല. മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. കുന്നിൻ്റെ തൂക്കായ ചെരുവിലൂടെയായിരുന്നു മുമ്പോട്ട് പോകേണ്ടത്. പാറക്കെട്ടുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ പാത ആൾസഞ്ചാരമില്ലാതെ തീർത്തും കാണാനാവാത്ത അവസ്ഥയിലായിരുന്നു. എങ്കിലും മുമ്പെങ്ങോ അതിലൂടെ ഒരു കാട്ടുപാതയുണ്ടായിരുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ വ്യക്തമായിരുന്നു. കുറ്റിച്ചെടികൾ വകഞ്ഞുമാറ്റിയും പാറക്കെട്ടുകളിൽ അള്ളിപ്പിടിച്ചും സമയത്തെ വിസ്മരിച്ചുകൊണ്ട് അയാൾ കുന്നിൻ്റെ നെറുകയിലേക്ക് കയറിക്കൊണ്ടിരുന്നു. കീഴടക്കാനുള്ള ആവേശത്തോടൊപ്പം വേട്ടക്കാരനോടുള്ള വൈരാഗ്യവും അയാളെ മുന്നോട്ട് നയിച്ചു. കുന്നിൻ്റെ ഏറ്റവും മുകളിലെത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായി അപ്പോൾ അയാളുടെ മനസ്സിൽ. വള്ളിപ്പടർപ്പുകളും മരവേടുകളും പിന്നിട്ട് അവസാനം കുന്നിൻ നെറുകയിലെത്തി. വിജിഗീഷുവിൻ്റെ ആഹ്ലാദം ഹൃദയത്തിൽ നിറഞ്ഞു. വേട്ടക്കാരനോടുള്ള മത്സരത്തിൽ വിജയിച്ചതിൽ അയാൾക്ക് അഭിമാനം തോന്നി. ചുറ്റും നോക്കി. എവിടെയും കാടിൻ്റെ പച്ചപ്പ് മാത്രം. എന്നാൽ അയാൾ നിൽക്കുന്ന കുന്നിൻ്റെ മുകൾ ഭാഗം ഏറെക്കുറെ തരിശുപോലെയായിരുന്നു. അത്ഭുതം തോന്നി. നിറയെ തലമുടിയുള്ള ഒരു മനുഷ്യൻ്റെ നെറുകയിലെ കഷണ്ടിയോടാണ് അയാൾക്കതിനെ ഉപമിക്കാൻ തോന്നിയത്. എങ്ങും അരയ്ക്കൊപ്പം വളർന്നു നിൽക്കുന്ന കാട്ടുപുല്ലും തീരെ പൊക്കം കുറഞ്ഞ കുറ്റിച്ചെടികളും ചെറിയ പാറക്കെട്ടുകളും മാത്രം. പെട്ടെന്ന് സമയത്തെക്കുറിച്ച് അയാൾ ബോധവാനായി. പക്ഷേ നീണ്ട പകലുകളുള്ള വേനൽക്കാലത്ത് സൂര്യൻ അസ്തമിക്കാൻ പിന്നെയും വൈകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ആകാശത്തേക്ക് നോക്കി കറുത്തിരുണ്ട ഒരു കൂട്ടം മേഘങ്ങൾ കുന്നിന് മുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും എല്ലായിടത്തും നല്ല വെളിച്ചമുണ്ട്. അല്പനേരം കൂടി അവിടെ ചുറ്റിക്കറങ്ങി മടങ്ങാമെന്ന് അയാൾ തീരുമാനിച്ചു. പാറക്കൂട്ടങ്ങൾ മാത്രമുള്ള ഒരു ഭാഗത്തേക്ക് അയാൾ നീങ്ങി. തായ്തടിയിൽ രോമം കിളിർത്തതുപോലെ തീരെ ചെറിയ വെളുത്ത ഇലകളോട് കൂടിയ ഒരു വൃക്ഷം ഓരത്ത് നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ ശിഖരങ്ങൾ വശങ്ങളിലേക്ക് കൈകൾ വിടർത്തിയതുപോലെയും മുകൾ ഭാഗം വിചിത്രരൂപിയായ ഒരു മൃഗത്തിൻ്റെ തല പോലെയുമായിരുന്നു. ഭീമാകാരനായ ആൾക്കുരങ്ങിനോട് ഉപമിക്കാവുന്ന രൂപം. അത്തരമൊരു വൃക്ഷം അയാൾ ആദ്യമായി കാണുകയായിരുന്നു. അവിടെ നിന്ന് അല്പം മാറി പാറക്കൂട്ടത്തെ വേരുകളാൽ ആശ്ലേഷിച്ച് പുഷ്പിച്ചു നിൽക്കുന്ന ഒരു പൊഹുട്ടുകാവ മരവും കണ്ടു. ചുവന്ന നാവുകൾ പോലെ തൂങ്ങിക്കിടക്കുന്ന വേരിൻ കൂട്ടങ്ങൾ അതിനുമുണ്ടായിരുന്നു. പാറക്കെട്ടുകൾക്കപ്പുറം കിഴക്കൻ തൂക്കായ ചെരിവാകാമെന്ന് ഊഹിച്ചു. വ്യക്തമായൊരു കാഴ്ചയ്ക്കായി അയാൾ പാറക്കെട്ടുകൾക്ക് മുകളിലേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ ഉണങ്ങിയ കാട്ടുപുല്ലുകളാൽ മൂടപ്പെട്ട ഒരു കല്ലിൽ ചവിട്ടി പെട്ടെന്ന് വീഴാൻ തുടങ്ങി. നില തെറ്റാതിരിക്കാൻ തൊട്ടു മുമ്പിൽ കണ്ട ഒരു കുറ്റിച്ചെടിയിൽ കയറി പിടിച്ചു. അയാളുടെ കാൽച്ചുവട്ടിന് തൊട്ടരികിൽ നിന്ന് ആ കല്ല് അടർന്നു മാറി നിരപ്പിലേക്ക് ഉരുണ്ടു. കിതപ്പോടെയും ആശ്വാസത്തോടെയും അയാൾ ചെടിയിൽ പിടിച്ച് നിവർന്നു നിന്നു. കല്ലിളകിയ ഭാഗത്ത് കണ്ണുകൾ പതിഞ്ഞു. ഊതവർണ്ണത്തിനുള്ള ഒരു പുകച്ചുരുൾ അവിടെ നിന്ന് കുറേശ്ശെ ഉയരാൻ തുടങ്ങിയതുപോലെ അയാൾക്ക് തോന്നി. ഭയത്തോടെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുനിഞ്ഞു. ഭും! ഭൂമിക്കടിയിൽ നിന്ന് ഊക്കോടെ ഒരു പുകച്ചുരുൾ മേലേക്കുയർന്ന് അയാളെ ആകമാനം മൂടി. ഭയം കൊണ്ട് അലറിപ്പോയി. ശക്തമായൊരു തള്ളലിൽ ചെടിയിലെ പിടുത്തം വഴുതി അയാൾ നിലത്തേക്ക് വീണു. വീഴുമ്പോൾ കൈകൾ നിലത്തു കുത്താൻ കഴിഞ്ഞതിനാൽ വലിയ പരിക്കുകളേറ്റില്ല. പക്ഷേ മനസ്സിടറിപ്പോയിരുന്നു. വിശ്വസിക്കാൻ പ്രയാസമുള്ള എന്തോ സംഭവിച്ചതുപോലെ. ആകാശത്തേക്ക് ഉയർന്ന പുകച്ചുരുൾ ഭീമാകാരമായൊരു മേഘമായി അയാളുടെ മുകളിൽ നിശ്ചലമായി നിൽക്കുന്നത് കണ്ടു. ഒരു സ്ത്രീയുടെ തേങ്ങിക്കരച്ചിൽ അതിൽ നിന്നുയർന്നു. വിഭ്രമം ബാധിച്ചതുപോലെ അയാൾക്ക് തോന്നി. എല്ലാം തോന്നലാണെന്ന് ചിന്തിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരവസ്ഥയിൽ അകപ്പെട്ടു പോകുന്നത്. തൊട്ടുമുമ്പ് സംഭവിച്ചതൊക്കെയും ഒരു പേക്കിനാവായിരുന്നുവെങ്കിൽ എന്നയാൾ ആഗ്രഹിച്ചു. മേഘം നിന്നിടത്തേക്ക് പിന്നെയും നോക്കി. അത് സ്ഥാനം മാറി പൊഹുട്ടുകാവ മരത്തിൻ്റെ മുകളിൽ നിഴൽ വീഴ്ത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ ആരോ പിടിച്ചുലയ്ക്കുന്നതുപോലെ ആടിക്കൊണ്ടിരുന്നു. എന്നാൽ ശക്തമായ കാറ്റ് അവിടെ വീശുന്നുണ്ടായിരുന്നില്ല. അന്തരീക്ഷത്തിലേക്ക് ചോരത്തുള്ളികൾ പോലെ തെറിക്കുന്ന ചുവന്ന പൂക്കൾ. ആ ചോരത്തുള്ളികളെ നക്കിത്തുടയ്ക്കാൻ വെമ്പുന്ന നാവുപോലെ മുന്നോട്ടും പിന്നോട്ടുമാടുന്ന വേരിൻ കൂട്ടങ്ങൾ. സ്ത്രീയുടെ തേങ്ങിക്കരച്ചിലിൻ്റെ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ അയാൾ നിലത്തു നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. അത് വളരെ അടുത്തു നിന്ന് കേട്ടതുപോലെയാണ് അയാൾക്ക് തോന്നിയത്. മിനുസമായൊരു പ്രതലത്തിലാണ് ചവിട്ടി നിൽക്കുന്നതെന്ന് അയാൾക്ക് തോന്നലുണ്ടായി. താഴേക്ക് നോക്കി. ഒരു മിന്നൽ പിണർ ശരീരത്തിലൂടെ കടന്നുപോയി. ഒരു ശവകുടീരത്തിൻ്റെ മുകളിലെ സ്മാരക ഫലകത്തിന്മേലായിരുന്നു അയാൾ നിന്നിരുന്നത്. കല്ലിൽ കൊത്തിയ അക്ഷരങ്ങൾ പകയോടെ നോക്കുന്നതുപോലെ.
On this spot, Anna Hinare, aged 21, was murdered by John Fletcher on 2nd March 1978. The murderer committed suicide on the same spot. അതായത് ഈ സ്ഥലത്ത് വെച്ച് 21 വയസ്സുള്ള അന ഹിനാരയെ 1978 മാർച്ച് 2 ജോൺ ഫ്ലെച്ചർ കൊലപ്പെടുത്തി. കൊലയാളി ഇതേ സ്ഥലത്ത് ആത്മഹത്യ ചെയ്തു. ആരോ പിന്നിൽ നിന്ന് നടന്നെടുക്കുന്ന ശബ്ദം. തോന്നലാണോ? ഭയം അയാളെ വല്ലാതെ കീഴടക്കി. അപരിചിതന്റെ വാക്കുകളെ തിരസ്കരിച്ചതിൽ അതിയായ ദുഃഖം തോന്നി. അയാൾ തിരിഞ്ഞു നോക്കി. പക്ഷെ ആരെയും കാണാനുണ്ടായിരുന്നില്ല. പിന്നെയും ആരോ നടന്നെടുക്കുന്ന ശബ്ദം. ചവിട്ടി അമർത്തപ്പെടുന്ന പുൽനാമ്പുകൾ. വീണ്ടും നോക്കി. മനുഷ്യരൂപമുള്ള ഒരു നിഴൽ നടന്നെടുക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന അയാളുടെ വിശ്വാസങ്ങളെല്ലാം ആ നിമിഷത്തിൽ എവിടെയോ പോയി മറഞ്ഞു. ഒരു സഹായത്തിനായി ചുറ്റും നോക്കി. ഉറഞ്ഞു തുള്ളുന്ന പൊഹുട്ടുകാവ. വിചിത്രരൂപിയായ വൃക്ഷത്തിന് ജീവൻ വെച്ചതുപോലെ അത് നിന്നിടത്ത് നിന്ന് അനങ്ങാൻ തുടങ്ങുന്നുവോ? ഓ ജീസസ്! അയാളുടെ തൊണ്ടയിൽ നിന്ന് അറിയാതെ പുറത്തു വന്ന നിലവിളി അന്തരീക്ഷത്തിൽ ഒരു പ്രകമ്പനം തീർത്തു. ആദ്യത്തെ സ്തംഭനത്തിൽ നിന്ന് മോചിതനായ അയാൾ കെട്ടഴിച്ചു വിടപ്പെട്ട നരിയെപ്പോലെ മുമ്പോട്ട് കുതിച്ചു. കാർമേഘങ്ങൾ കുന്നിനു മുകളിൽ വെളിച്ചത്തെ മറയ്ക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷികൾ മരച്ചില്ലകളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറന്നകന്നു. എങ്ങനെയെങ്കിലും ആ പ്രേതഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന ചിന്തയിൽ അയാൾ ഓടി. പക്ഷേ അയാളുടെ പ്രതീക്ഷ കെടുത്തിക്കൊണ്ട് ഭീമാകാരനായ ഒരു നായ കാട്ടിൽ നിന്ന് അയാളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരുന്നു. അയാളുടെ മാംസം കോർത്തെടുക്കാൻ പോകുന്ന അതിൻ്റെ കൂർത്ത പല്ലുകൾ. അയാൾ അലറി നിലവിളിച്ചു, ജീസസ് സേവ് മീ! ഒരു വെടിയൊച്ച. ദൂരെ പോകൂ എന്ന ശാസനയോട് കൂടിയ മുഴക്കമുള്ള ശബ്ദം. അയാൾക്ക് നേരെ അവസാന കുതിപ്പിനൊരുങ്ങിയ നായ ഞെരങ്ങിക്കൊണ്ട് കാടിനുള്ളിലേക്ക് ഓടി മറയുമ്പോൾ പാറക്കൂട്ടങ്ങൾക്കരികിൽ തോക്കുമായി നിൽക്കുന്ന മൗറി വേട്ടക്കാരനെ അയാൾ കണ്ടു. നായ പോയ ഭാഗത്തേക്ക് ഒന്നുകൂടി നോക്കി. തീക്കട്ട പോലുള്ള അതിൻ്റെ കണ്ണുകൾ കാടിൻ്റെ മറവിൽ നിന്ന് അപ്പോഴും തീക്ഷ്ണമായി നോക്കുന്നു. അനുസരിക്കാനറിയാത്ത വിഡ്ഢിയായ ചെറുപ്പക്കാരാ! മൗറിയുടെ സ്വരം കഠിനമായിരുന്നു. നിങ്ങൾ അതീവ ഭാഗ്യവാനാണ്. വരൂ, ഇനിയും വൈകിയിട്ടില്ല. എന്നെ പിന്തുടരൂ, വേഗം! അപ്പോൾ അയാളുടെ മനസ്സിൽ ആശങ്കകൾ ഒന്നും തന്നെ ഉയർന്നു വന്നില്ല. ഇനി ആ വേട്ടക്കാരൻ ഒരു മനുഷ്യനല്ലെങ്കിൽ പോലും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അയാൾ ആ വേട്ടക്കാരന് പിന്നാലെ പാഞ്ഞു. ആ പ്രേതഭൂമിയിൽ നിന്ന് എങ്ങനെയും പുറത്തു കടന്നാൽ മതിയായിരുന്നു അയാൾക്ക്. തുറമുഖത്തേക്ക് പോകുന്ന മറ്റൊരു ട്രെയിനിൻ്റെ നീണ്ട ചൂളം വിളി, ഒപ്പം അപരിചിതനായ മൗറിയുടെ ധൃതി കൂട്ടുന്ന സ്വരവും. വേഗം, വേഗം! സുനിൽ ചെറിയകുടിയുടെ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നെടുത്ത പൊഹുട്ടുകാവ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. പൊഹുട്ടുകാവ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംല എം ഇക്ബാൽ. നന്ദി.